പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതാണ് നമ്മളെ അമൃതപ്പൊടി കൊണ്ടുള്ള ലഡു. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ആദ്യം വേണ്ടത് 2 ശർക്കരയാണ്. നിങ്ങൾ ആൾ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോനെ എടുക്കാം. പിന്നെ അതിലോട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ്. കുറച്ച് തേങ്ങ എടുത്ത് വെക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അമൃതപ്പൊടിയാണ്. അമൃതപ്പൊടി ഏകദേശം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിലക്കടലയാണിത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റും അണ്ടിപ്പരിപ്പ് അതുപോലെയൊക്കെ യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഉരുക്കി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു വെള്ള പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളെ മാറ്റി വെച്ച് നമ്മളെ അമൃതപ്പൊടി അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാം. അമൃതപ്പൊടി ഇട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്ന തേങ്ങയാണ്. നമ്മൾ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച നിലക്കടല, ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും വൈകിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇത് വളരെ പോഷകം നിറഞ്ഞൊരു സംഭവമാണ് അമൃതപ്പൊടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും മസ്റ്റിനും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആ ശർക്കര ഉരുക്കി ഇതിലോട്ട് ഒഴിക്കേണ്ടത്. നിങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ചുകൂടി അമൃതപ്പൊടി കിട്ടും. അപ്പോൾ നമ്മളിനി അതിലോട്ട് ഇടാൻ പോകുന്നത് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ വല്ല കല്ലോ മറ്റോ സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഉരുക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചീച്ച വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ എന്തായാലും കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ മാവ് വളരെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഓരോന്നിട്ട് ഉരുട്ടിയ ശേഷം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നിങ്ങൾ ആദ്യം ചാനൽ കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസ്റ്റ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.